നാളെ മംഗളൂരുവിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബിജെപിക്കുള്ള മറുപടി വന്നിട്ട് പറയാമെന്നും പിണറായി. ജിഷ്ണു പ്രണോയിയുടെ വീട് സന്ദർശിക്കുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. വിവരങ്ങളുമായി പി വി കുട്ടൻ ചേരുന്നു. കുട്ടൻ, അതിന്റെ സമഗ്രമായ വിവരങ്ങൾ ഞങ്ങളുടെ പ്രതിനിധി പി വി കുട്ടൻ നൽകും. ആദ്യം പിണറായിയുടെ വാക്കുകൾ. ഇത് സാധാരണയുള്ള ഒരു സൗഹൃദ കൂടിക്കാഴ്ച എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തെ കഴിഞ്ഞ തവണ കാണാൻ ശ്രമിച്ചതായിരുന്നു. അപ്പോൾ അദ്ദേഹം വയനാട്ടിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ കണ്ടു എന്ന് മാത്രമേ. CM മംഗലാപുരത്തേക്ക് നാളെ പോകുമ്പോൾ മംഗലാപുരത്ത് ദക്ഷിണ കന്നഡ ജില്ലയിൽ തന്നെ BHP ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരു കേരള മുഖ്യമന്ത്രി കർണാടകത്തിൽ എത്തുന്നത് ആ രീതിയിൽ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എത്രത്തോളം അഭിലഷണീയമാണ്? ഇവിടുത്തെ BJP നേതാവ് തന്നെ എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ, നാളെ പോയിട്ട് വന്നിട്ട് പറയാം ബാക്കി. അല്ല, ഒരു കേരള മുഖ്യമന്ത്രി തടയുന്നതും ആ രീതിയിൽ അല്ല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ BJP നേതാവ് എന്തോ പറഞ്ഞത് കണ്ടല്ലോ. ഏതായാലും ഞാൻ പോകുന്നുണ്ട്, പോയി വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാതെ ജിഷ്ണുവിന്റെ വീട്ടിൽ മാത്രം പോകാം. പി വി കുട്ടൻ വിവരങ്ങൾ നൽകും. കുട്ടൻ, മംഗളൂരിൽ അദ്ദേഹത്തെ കാലുകുത്താൻ സമ്മതിക്കുന്ന ഇല്ല എന്ന വലിയ ഭീഷണിയാണ് സംഘപരിവാർ ശക്തികൾ നടത്തിയത്. വളരെ കൃത്യമായ മറുപടിയാണ് അദ്ദേഹം അതിന് നൽകുകയും ചെയ്തത്. മറ്റൊന്ന്, ജിഷ്ണുവിന്റെ വീട് സന്ദർശിക്കും എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. എന്തു കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് കൂടുതലായി? അരുൺ, നാളെ മംഗലാപുരത്ത് നടക്കുന്ന ചടങ്ങിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തുകൊണ്ടുള്ള വലിയ സമ്മേളനം നാളെ മംഗലാപുരത്ത് നടക്കുകയാണ്. ഈ ചടങ്ങിനകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നാണ് സംഘപരിവാർ സംഘടനകൾ ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അവിടെ ഹർത്താലും ബന്ദിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കോഴിക്കോട്ടെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനോട് മാധ്യമപ്രവർത്തകർ ഇത് സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം ആരാഞ്ഞത്. വളരെ കൃത്യമായ മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, നാളെ മംഗലാപുരത്ത് നടക്കുന്ന ചടങ്ങിൽ താൻ പങ്കെടുക്കും. ഇവിടുത്തെ തന്നെ ഒരു BJP നേതാവ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ മറുപടി അവിടെ പോയി ആ പരിപാടിയിൽ പങ്കെടുത്ത് വന്നതിന് ശേഷം BJPക്കുള്ള മറുപടി നൽകാമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പാമ്പാടി നെഹ്റു കോളേജിലെ അധികൃതരുടെ പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ജിഷ്ണു പ്രണോയുടെ വീട് അടുത്ത ദിവസം തന്നെ സന്ദർശിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അരുൺ, കുട്ടൻ, ഇക്കാര്യത്തിൽ കൂടുതൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്? കാരണം ജിഷ്ണു പ്രണോയിയുടെ കാര്യം അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം മാധ്യമപ്രവർത്തകർ ആരായുകയും ചെയ്തിരുന്നു. മറ്റൊന്ന്, കേരളത്തിലെ BJP നേതാവിന്റെ കാര്യം സ്പഷ്ടമായി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? അരുൺ, കഴിഞ്ഞ ദിവസം BJPയുടെ നേതാക്കൾ, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി BJP നേതാക്കൾ മുഖ്യമന്ത്രിക്കെതിരെ പറയുന്നുണ്ട്. ഈ മംഗലാപുരത്ത് നടക്കുന്ന രണ്ട് വളരെ പ്രധാനപ്പെട്ട പരിപാടികൾക്കകത്താണ് കേരള മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത്. അവിടെയുള്ള വലിയൊരു മതസൗഹാർദ്ദ സമ്മേളനം, അതുപോലെ തന്നെ ഒരു പത്രത്തിന്റെ ഉദ്ഘാടനം, ഈ രണ്ട് ചടങ്ങുകളിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത്. ഈ ചടങ്ങുകൾക്കകത്ത് മുഖ്യമന്ത്രിയെ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നാണ് സംഘപരിവാർ സംഘടനകൾ പറയുന്നത്. അതിന്റെ അനുബന്ധം എന്നോണം അവിടെ ദക്ഷിണ കന്നഡ ജില്ലയിൽ, പ്രത്യേകിച്ച് മംഗലാപുരത്തും പരിസര പ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ സംഘപരിവാർ അഴിച്ചുവിടുകയാണ്. കഴിഞ്ഞ ദിവസം ഉള്ളാളിൽ CPIMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് തകർത്തു. നാളെ മുഖ്യമന്ത്രി എത്തുന്ന പശ്ചാത്തലത്തിൽ നാളെ മംഗലാപുരത്തിനകത്ത് ബന്ദിനും സംഘപരിവാർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പോകുമോ ഇല്ലയോ എന്ന് സംബന്ധിച്ചായിരുന്നു മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം കൃത്യമായും നൽകിയിരിക്കുന്ന മറുപടി, ഈ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുമെന്നാണ്. അതുപോലെ തന്നെ BJPക്കുള്ള മറുപടി അതിനുശേഷം പറയാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അരുൺ, പി വി കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. നാളെ മംഗളൂരുവിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJPക്കുള്ള മറുപടി വന്നിട്ട് പറയാമെന്നും ജിഷ്ണു പ്രണോയുടെ വീട് സന്ദർശിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.